വെൽക്കം ബാക്ക് ടു ഫ്ലൈം ബേഡ്സ്. കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ ബോഗൺവില്ലകളുടെ കുറേ കളക്ഷനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായി. ഇപ്പം എൻ്റെ വീടിൻ്റെ അകത്തെ ഇൻഡോർ പ്ലാന്റുകളുടെ കളക്ഷനാണ് ഞാൻ കാണിക്കണത്. അവ എങ്ങനെയാണ് ഞാൻ കെയർ ചെയ്യണേ, എങ്ങനെയൊക്കെയാണ് അത് ക്ലീൻ ആക്കണേന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയണത്. അതുപോലെ നമ്മുടെ വീട് എങ്ങനെ മനോഹരമായി ഇങ്ങനെ പ്ലാന്റുകളൊക്കെ വെച്ച് നല്ല ക്യൂട്ടായിട്ട് കൊണ്ട് നടക്കാം എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോ കൂടെ കാണിച്ചു തരുന്നത്. ഈ വീടിൻ്റെ ലിവിങ് റൂമിൽ നല്ല വെളിച്ചം വരണ ഏരിയയാണിത്. നമ്മുടെ പർഗോളയൊക്കെ ചെയ്തേക്കണ കാരണം നല്ല വെളിച്ചമാണ്. ആ കാരണം ഇവിടെ ഏത് ചെടി വെച്ചാലും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അത് ഒന്നാമത്തെ കാര്യമാണിത്. സൺലൈറ്റ് വേണ്ട ചെടിയാണ് ഇതെങ്കിലും ഇതിവിടെ സൺലൈറ്റ് ഉള്ള കാരണം ഇത് നല്ല രീതിയിൽ വളരും. ഇപ്പം ഇത് 10 വർഷമായിട്ട് ഞാൻ ഈ പോട്ടിൽ തന്നെ ഇത് നിർത്തിയേക്കണതാണ്. പെരതാമസത്തിന് വാങ്ങിച്ചതാണ് സത്യം പറഞ്ഞാൽ. ഈ പ്ലാന്റിൻ്റെ പേര് മിൽക്കി ബാംബു എന്നാണ്. ഇതിന് ഞാൻ അധികം വളമൊന്നും ഇടാറില്ല. ആകെ കൂടി ഞാൻ ചെയ്യണത് ഇതിന് നമ്മുടെ ചായ തിളപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാവണ ആ ചായപ്പൊടിയില്ലേ, നമ്മൾ ചായ അരിച്ച് കഴിയുമ്പോൾ ഉണ്ടാവണ ആ കൊറ്റൻ, അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ കൊണ്ട് ഒഴിക്കും. അത് ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ അധികം ചായ കുടിക്കണവരില്ല, വല്ലപ്പോഴും കുടിക്കുമ്പോഴാണ് ഞങ്ങൾ ഇതിലേക്ക് ഒഴിക്കണുള്ളൂ. അല്ലാണ്ട് കുറേ വളമിട്ട് ഈ ചെടീനെ ഞാൻ വളർത്തി കൊണ്ടുവരാറില്ല. കാരണം ഇത് വളർന്നു കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പം വെച്ച് പോവും. അപ്പോൾ നമ്മുടെ ഈ ഫൗണ്ടനൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവില്ല. അപ്പോൾ ഞാൻ അധികം വളർത്താണ്ടാണ് ഇതിനെ നോക്കാറ്. ഇവിടെ ഞാൻ നമ്മുടെ ബീറൂപ്പിലാണ് ഈ ലക്കി ബാമ്പുവിനെ വെച്ചേക്കണേ. ഇത് വെള്ളത്തിലാണ് വെച്ചേക്കണേ. അപ്പോൾ നമുക്കിതിന് കെയറിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല. വെള്ളം തീരുമ്പോൾ മാത്രം ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ബോട്ടിലിൽ കൊണ്ടുവന്ന് ഈ ഹോളിക്കോടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ പ്രശ്നം തീർന്നു. ഇത് വർഷങ്ങളോളം ഇങ്ങനെ നിൽക്കും. കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം നമ്മൾ നനയ്ക്കാൻ മറക്കുകയാണെങ്കിൽ മാത്രം അത് മഞ്ഞച്ച് പോവും. ഞാൻ ബീർ കുപ്പീനെ ഇങ്ങനെ സ്പ്രേ പെയിൻ്റ് അടിച്ച് പിന്നെ ഈ നൂല് വെച്ച് ഇങ്ങനെ കെട്ടി റെഡിയാക്കി എടുത്തേക്കണതാണ്. പിന്നെ ഈ കാണണത് ഗോൾഡൻ ബോത്തോസ് ആണ്. ഇതിനും യാതൊരു കെയറിങ്ങും വേണ്ടാത്തൊരു ചെടി. ഇത് ഞാൻ മണ്ണിലാണ് വെച്ചേക്കണേ. ഇതിങ്ങനെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിലൊരു ചെറിയ പോട്ടിൽ നട്ടിട്ട് ഇറക്കി വെച്ചേക്കാണ്. ഇതിങ്ങനെ നീട്ടം വെക്കുമ്പോൾ മാത്രം ഞാനിവിടെ കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാണ്ട് പെരുന്നാളിന് മുന്നേ കട്ട് ചെയ്തതാണ് ഇവിടെ. ഈ പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ ആണ്. ഇത് പറമ്പിൽ ഇങ്ങനെ പണ്ട് ഞാൻ വന്ന കാലം തുടങ്ങി അങ്ങാണ്ടുള്ള ഒരു ചെടിയാന്ന് തോന്നുന്നു. 10-20 വർഷമായിട്ട് പറമ്പിൽ പഴയ വീടിൻ്റെ അവിടെ കിടന്നിരുന്നത്. അത് ഞാനിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നട്ട് അതിങ്ങനെ വലുതായി വന്നതാണ്. ഇത് ഒരു പഴയ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചേക്കാണ്. ഇതിനും യാതൊരു കെയറിങ്ങും വേണ്ട. വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എൻ്റെ ചെടികൾ ഒരുവിധം അങ്ങനെയാണ്. എന്നോടൊപ്പം സഞ്ചരിക്കാവുന്ന ചെടികളെ ഞാൻ വളർത്താറുള്ളൂ. കാരണം കൂടുതൽ കെയറിങ് കൊടുക്കാൻ എനിക്ക് നേരമില്ലല്ലോ. ഇത് കലാഞ്ചോ പ്ലാന്റ് ആണ്. ഇത് നാടനാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കണത് തന്നെയാണ്. ഇത് നിറയെ പൂക്കൾ ഈ സമയത്തൊക്കെ ഉണ്ടാവും കേട്ടോ. എപ്പോഴും പൂവുണ്ടാവില്ല. എന്നാലും ഇതിൻ്റെ ഈ ലീഫ് കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പം ഞാനിത് ഇങ്ങനെ ഇവിടെ എടുത്ത് വെക്കാറുണ്ട് എപ്പോഴും. ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണ ഒരു കൊട്ടയാണ്. ഈ കൊട്ടയുടെ മുകളിൽ ഇങ്ങനെ തുണി വെച്ചിട്ട് ഞാനിങ്ങനെ ഫ്രില്ല് പോലെ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ പ്ലാന്റ് ഞാൻ കയറ്റി വെച്ചേക്കണേ. ഈ പ്ലാന്റ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ്. അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിനും യാതൊരു കെയറിങ്ങും വേണ്ട. ഇടയ്ക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ നല്ല പോസിറ്റീവ് എനർജി തരണ, വീടിൻ്റെ അകത്ത് പോസിറ്റീവ് എനർജി തരണ ചെടികളാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു വിൻഡോ ആണ്. ഈ വിൻഡോയുടെ ഈ സൈഡിലുള്ള ഭാഗത്താണ് ഞാൻ കുറേ പ്ലാന്റ് വെച്ചേക്കണേ. ഇവിടെ എന്തൊട്ടൊക്കെ വെച്ചേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, സ്പൈഡർ പ്ലാന്റ് ഉണ്ട്, കലാത്തിയ ഉണ്ട്, CC പ്ലാന്റ് ഉണ്ട്, പിന്നെന്താ സൺസവേരിയയുടെ വെറൈറ്റി ഉണ്ട്, പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ബ്രോക്കൺ ഹാർട്ട് നമ്മുടെ മോൺസ്റ്ററയുടെ. ഇതൊക്കെയും ഇത് ചിലത് ഞാൻ വെള്ളത്തിലാണ് വയ്ക്കുക. ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചേക്കണതാണ് കേട്ടോ. കുറേ കാലം ഇരിക്കും. ഇത് വലിയ ഒട്ടും കെയറിങ് ഒന്നും വേണ്ടതിനും. ഈ സ്റ്റാൻഡുമുള്ള ഈ CC പ്ലാന്റ് ഞാൻ പിടിപ്പിച്ചെടുത്തേക്കണത് ലീഫ് നട്ടിട്ട്, നമ്മുടെ ഈ ലീഫില്ലേ, ഈ ലീഫ് ഒരെണ്ണം ഇങ്ങനെ ഒടിച്ച് അങ്ങനെ 2-3 ഇങ്ങനെ നട്ട് പിടിപ്പിച്ചതാണിത്. അത് ടെറാക്കോട്ടയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് സ്പേസ് ഒന്നുമില്ല, കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് മണ്ണിട്ട് ഈ ലീഫ് ഇറക്കി വെച്ച് പിന്നെ അതൊരു ബൾബായി വന്ന് ഇങ്ങനെ വലുതായി ഇത്രത്തിയതാണ് കേട്ടോ. ഇത് ഇപ്പോഴൊന്നുമല്ല, ഒരു 5-8 കൊല്ലമായതാണ് കേട്ടോ. പിന്നെ അധികം വളമൊന്നും ഇടണില്ല. പിന്നെ ഇതിനുള്ള സ്ഥലത്തല്ലേ ഇത് വളരണുള്ളൂ. ഇത് നല്ലോണം തിങ്ങലായി. ഇതിങ്ങനെ മാറ്റി നടാറുണ്ട് ഇടയ്ക്ക് കേട്ടോ. ഇത് ഇന്ന് ഇവിടെ ആണെങ്കിൽ അടുത്ത ദിവസം വേറെ സ്ഥലത്തായിരിക്കട്ടെ ഈ ചെടികളൊക്കെ. അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ മാറ്റിയൊക്കെ നടും.
ഈ കലാത്തിയ പ്ലാന്റിന് അധികം വെയിൽ വേണ്ട, പക്ഷേ ഷെയ്ഡുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക്. ഇന്നിപ്പോൾ വെയിലുള്ളതാണെങ്കിൽ നാളെ ഒന്ന് ഇത്തിരി മാറ്റി വെച്ചാൽ മതി. നിങ്ങളെൻ്റെ ക്രിസ്മസിൻ്റെ ഡെക്കോ വീഡിയോയിൽ ചിലപ്പോൾ ഈ ഏരിയ കണ്ടിട്ടുണ്ടാവും. അന്ന് ഒരു വയലറ്റ് പോലത്തെ നീല കളറിലുള്ള ഡെക്കറേഷനുകളായിരുന്നു ഇവിടെ. അതൊക്കെ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞോടുകൂടി ഞാൻ മാറ്റി ഇപ്പോൾ ഇവിടെ ഒരു ട്രോപ്പിക്കൽ ഇതിലേക്കാണ് ഞാൻ വിട്ടേക്കണത്. നിറയെ പ്ലാന്റും ഫ്ലവറും കിളികളും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കണേ. ഇവിടെ സ്നേക്ക് പ്ലാന്റ് സാൻസവേരിയയുടെ തന്നെ 2 വെറൈറ്റിയാണ് ഇവിടെ വെച്ചേക്കണത്. 2 വെറൈറ്റി. ഇതിനും ഒട്ടും കെയറിങ് വേണ്ട, കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ പ്ലാന്റുകളുടെ ഇടയിൽ ഞാൻ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് വെച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കണേ, ഡെക്കോറേറ്റം. പിന്നെ ഇവിടെ കിളി ഉണ്ട് നമുക്ക്, പിന്നെ ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് തവളയും കിളിയും അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഏരിയ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സാനഡൂവിൻ്റെ ലീഫാണ്. സാനഡൂവിൻ്റെ ലീഫും ഇത് മോൺസ്റ്ററുടെ ലീഫും സാനഡൂവിൻ്റെ ലീഫും. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഈ വേസിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വെച്ചേക്കണം. ഇത് കുറേ കാലം ഇരിക്കും കേട്ടോ, ഒരു 3-4 മാസമൊക്കെ ഇരിക്കും ഇത്, ഒരു കുഴപ്പമില്ലാണ്ട്. ഡെക്കോർ ഐറ്റംസുകൾ, ആനകൾ, ഇങ്ങനെ തുമ്പിക്കൈ ഉയർത്തി നിൽക്കണ ആനകൾ കണ്ടിട്ടുണ്ടോ? ഇത് ഐശ്വര്യം കൊണ്ടുവരുന്നാണ് പറയണേ, ഈ തുമ്പിക്കൈ മുകളിലേക്ക് ഇരിക്കുന്നത്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്വാമാണ്. ഇത് ബ്രോമിലൈഡ്. ഇതിൻ്റെ 2-3 വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇതൊരു വെറൈറ്റി. ഇതും കുറേ കാലം ഇരിക്കും. ചെറിയ ലൈറ്റ് ഇവിടെ നിന്ന് കിട്ടണ കാരണം ഇതങ്ങനെ കേടാവില്ല. ഇത് ഇതുപോലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വേസാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലെ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ ഈ മോൺസ്റ്ററ മറ്റേ ബ്രോക്കൺ ഹാർട്ടില്ലേ അതാണ് വെച്ചേക്കണേ. ഇതും കുറേ കാലം ഇവിടെ ഇരിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെയും ഞാനൊരു ഡെക്കോർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഒരു ആനയും ഒരു കിളിയും ഒക്കെ ആയിട്ട് ഇവിടെയും നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡ് മൾട്ടിപർപ്പസിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഇത്. ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണ കുറേ പ്ലാന്റുകൾ ഉണ്ടാവും എൻ്റെ കയ്യിൽ. ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് CC പ്ലാന്റാണ് ഇവിടെ വെച്ചേക്കണത്. അതുപോലെ തന്നെ ബ്രോമിലൈഡിൻ്റെ വേറെ നേരത്തെ കണ്ടതിൻ്റെ വെറൈറ്റി വേറെ. പിന്നെ ഇതൊക്കെ സ്നേക്ക് പ്ലാന്റുകളുടെ ഡിഫറെൻറ്റ് വേരിയേഷനുകളാണ് കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ ഗോൾഡൻ പോത്തോസ്, ഇത് വെള്ളത്തിലാണ് വെച്ചേക്കണേ. ഈ ചെടിയുടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക്, ഈ ചെടിയെന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റുകളും ഇൻഡോർ പ്ലാന്റുകളുമേ ഇതുപോലെ ഇടയ്ക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ, വെറുതെ വെള്ളം. അപ്പോൾ ഇറ്റങ്ങൾക്ക് നല്ല ഉഷാറ് വരും. ഇവിടെ നല്ല ചൂടല്ലേ, അപ്പോൾ ഇടയ്ക്കൊരു തണുപ്പ് കിട്ടാൻ ഇത് നല്ലതാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യണത് അറിയാമല്ലോ എല്ലാവർക്കും. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ തുണി വെച്ചിട്ട് ഇങ്ങനെ ക്ലോത്ത് വെച്ച് ഇങ്ങനെ തുടച്ചാൽ മതി. അപ്പോൾ നല്ല ക്ലീനായിട്ടും വരും. പിന്നെ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഒരു തുള്ളി ഓയിൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഈ ലീഫൊക്കെ ഇങ്ങനെ കുറച്ച് തിളങ്ങി നിൽക്കും. അല്ലെങ്കിൽ ഒരു ക്ലോത്തിൽ ഓയിൽ പറ്റിയിട്ട് ഇങ്ങനെ തുടച്ചെടുത്താലും തിളങ്ങി നിൽക്കും. ഈ ഓയിലൊക്കെ ഒഴിച്ചിട്ടുള്ള സ്പ്രേ വാങ്ങിക്കാനും കിട്ടും കേട്ടോ. അതിപ്പോൾ എവിടെ കിട്ടുന്നത് എനിക്കറിയില്ല. അങ്ങനത്തെ സ്പ്രേയും ഉണ്ട്. അതാവുമ്പോൾ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത്, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വരുന്ന നൈറ്റാണ് ഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പ്രേ ഇങ്ങനെ 2 അടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കിടന്ന് തിളങ്ങും. അങ്ങനെയാണ് ഇതൊക്കെ ഭംഗിയിൽ നിർത്തണേ. ഈ ഏരിയ നിങ്ങൾക്ക് നല്ല സുപരിചിതമാവും എന്ന് എനിക്ക് തോന്നണേ. എൻ്റെ കുറേ വീഡിയോസിൽ ഇൻട്രോ ഈ ഏരിയയിൽ നിന്നിട്ട് ഞാൻ പറയാറ്. അതുപോലെ തന്നെ മണി പ്ലാന്റുകളുടെ തന്നെ പലതരം വെറൈറ്റികളാണ് ഇവിടെ വരുന്നത്. പിന്നെ ഞാനിവിടെ സോങ് ഓഫ് ഇന്ത്യ എന്നും കണ്ടാണ് ഇതിൻ്റെ പേര്. പിന്നെ എൻ്റെ മുളയുടെ ഒരു പീസ് അതൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. ഇതൊക്കെ ഇങ്ങനെ പലതരത്തിൽ. ഇത് മോൺസ്റ്ററുടെ ഒരു വെറൈറ്റി.
ഇത് ലക്കി ബാമ്പ് വെള്ളത്തിലിട്ടത്, മണി പ്ലാന്റുകൾ. അതുമാതിരി തന്നെ ഈ ഗ്ലാസ്സൊക്കെ പഴയ ബോട്ടിലുകളിലൊക്കെ അങ്ങനെ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങുകളൊക്കെ കൊടുത്ത് ഇങ്ങനെ ഭംഗിയാക്കി ഏരിയ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയിൽ നിന്നോളും. ഇവിടെയും ഈ സൈഡിൽ നിന്ന് എനിക്ക് വെയിലുള്ള കാരണം ഈ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ വളർന്നോളും. ഇതും ഈ പറഞ്ഞ മാതിരി ഒരു ചെറിയ എന്തോ ഒരു സ്പ്രെഡ് വാങ്ങിച്ചതിൻ്റെ കേക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കണ ഒരു സ്പ്രെഡ് വാങ്ങിച്ചതിൻ്റെ ബോട്ടിൽ നമ്മൾ മാക്രമി മറ്റേ നൂല് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിലാണ് ഈ പ്ലാന്റുകളൊക്കെ വെച്ചേക്കണത്. അതുമാതിരി ഇത് നമ്മുടെ വീട്ടിൽ കളയണ ബോട്ടിലുകളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡെക്കറേറ്റ് വെക്കണത്. ഒട്ടും ചിലവില്ലാണ്ട് തന്നെ. കാരണം ഇത് ഐസ്ക്രീം ബോക്സാണ്. ഇതിലിങ്ങനെ ചെറിയ ചെറിയ പീസുകൾ, എന്തിൻ്റെ പീസാന്ന് പോലും ഞാൻ മറന്നുപോയി, വർഷങ്ങളായി. അതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്നതാണ്. കണ്ടാൽ പറയില്ല, അത് കാശ് കൊടുത്താൽ പോലും കിട്ടില്ലാത്ത പോലത്തെ ബോട്ടിലുകളാക്കിയേക്കാം. ഇങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു, പല പല വെറൈറ്റി കേട്ടാ. ഇതുപോലെ തന്നെ പോത്തോസ് വെച്ചിട്ടുണ്ട്. ഈ ഏരിയയും വെയിൽ ഇവിടെ നിന്ന് രാവിലെ മോർണിങ്ങിലുള്ള വെയിൽ കിട്ടും ഇവർക്ക്. അപ്പം ഇതും നന്നായി വളരും. ഇവിടേക്ക് ഒന്നും ഒരു കയറിങ്ങും വേണ്ട. പക്ഷെ വീട്ടിലൊരു നല്ല ഭംഗിയും ഒരു പോസിറ്റീവ് എനർജിയും കൊണ്ടുവരാനായിട്ട് ഈ ചെടികൾക്കൊക്കെ പറ്റും. അതുമാതിരി ഈ വാഷ് ഏരിയയുടെ ഈ ഏരിയ ഇതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും. അപ്പം ഇതുപോലെ ഈ പ്രാവശ്യം ചെയ്തേക്കണത് നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ വലിയ വലിയ കൊമ്പുകൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഇതുപോലെ സൺസവേരിയയുടെ തന്നെ ചെടികൾ, അതിൻ്റെ തന്നെ വെറൈറ്റി. പിന്നെ ഇവിടെ വേറൊരു ചെടിയുണ്ട്, ഇങ്ങോട്ട് വാ. പോട്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചതാണ്. ഇതെപ്പോൾ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. പല പല ചെടികൾ ഇങ്ങനത്തെ പോട്ടിൽ നടാൻ പറ്റും. ഇതിപ്പോൾ കണ്ട മുടി ഇങ്ങനെ നിൽക്കണ മാതിരി ഇത് എയർ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് മണ്ണും വേണ്ട, വളവും വേണ്ട, ഒന്നും വേണ്ട. ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെള്ളം കൊടുത്താൽ മതി. ഇതൊക്കെ ഭാഗ്യം കൊണ്ടുവരുന്ന ചെടികൾ എന്നാ പറയുന്നതിനൊക്കെ. ലോ മെയിൻ്റനൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വല്ലപ്പോഴും മാത്രം വെള്ളം നനച്ചാൽ മതി. വളവും വേണ്ട, വെള്ളം മാത്രം കൊടുക്കാറുള്ളൂ ഞാൻ. പിന്നെ ഈ ആംഗിളിലൊരു സാനഡൂൻ്റെ ഒരു ചെടിയുണ്ട്. കിച്ചണിലും ഞാൻ ചെടി വയ്ക്കാറുണ്ട് എപ്പോഴും. ഇത് വെള്ളത്തിലിട്ടേക്കണ ലക്കി ബാമ്പുമാണ്. ഇങ്ങനത്തെ കുറേ പോട്ടുകൾ ഉണ്ടായെങ്കിൽ നമ്മുടെ വീട് നല്ല മനോഹരമാക്കാൻ പറ്റും. ഇത് ഈ ചെടിയുടെ പേരും തൊട്ടാണ് ഞാൻ മറന്നുപോയി. ഈ പറഞ്ഞ മാതിരി ഞങ്ങളുടെ കയ്യിൽ പൊട്ടിപ്പോയൊരു ടീ പോട്ടിന് ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിലാണ് ഈ പ്ലാന്റ് ഇരിക്കണത്. ഇതും കുറേ കാലത്തിതാ കണ്ട കുഞ്ഞു കുഞ്ഞ ലീഫ് ഇങ്ങനെ വന്നേക്കണതിന്. അതുപോലെ തന്നെ ഇത് കുറേ നാളിരിക്കും. ഇതിനിടയ്ക്ക് വെളിച്ചം കൊടുക്കണം കേട്ടോ. ഇതിവിടെ സ്ഥിരം പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റും വെയിലുള്ളിടത്തേക്ക്. ഇതുപോലെ തന്നെ ചായയുടെ ഒരു ഗ്ലാസ്സാണ്. നമുക്ക് ചിലപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഗ്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ഞാൻ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ പ്ലാന്റ് ഇറക്കി വയ്ക്കും. ഇതുപോലെ തന്നെ ഡോട്ട് മണ്ടേല ഡോട്ട് ആർട്ടാണിത്. ഈ ബീറിൻ്റെ കുപ്പിയുമ്പോൾ ഡോട്ടായിട്ട് ഞാൻ പണ്ട് ചെയ്ത് വെച്ചായിരുന്നതാണ്. ഇതെൻ്റെ സെക്കൻഡ് കിച്ചണിൽ ഗ്രില്ലിൻ്റെ ഏരിയയിലേക്ക് ഞാൻ കൊടുത്തേക്കണത്. ഇങ്ങനെ ഇതുപോലെ തന്നെ കൊള്ളില്ലാത്ത ഗ്ലാസും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊരു സൗണ്ട് കേൾക്കണം, കിളിയാ. അതിലേക്ക് വെള്ളത്തിൽ വെച്ചേക്കണതാണ് ഇതൊക്കെ ഇട്ടാ. അപ്പോൾ നമുക്ക് കേടാവണമെങ്കിൽ മാറ്റാം, പുതിയതുപോലെ ഇങ്ങനെ നിർത്താം. ഇത് മണ്ണില നട്ടേക്കണേ. ഇതും കുറേ കാലമായിട്ട് ഇവിടെ ഇരിക്കണതാണ്. നമ്മുടെ ഈ ലിവിങ് ഏരിയയിലെ ഈ കളർ കോമ്പിനേഷനും പാകത്തിന് ക്യൂട്ടായിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യം ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് ഈ ആഴ്ച ചെയ്തേക്കണ ഒരു ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആണ്. ഇത് ചെയ്തേക്കണ ആളാണ് ഇവള്, സെൽന ചെയ്തേക്കണതാണ്. നമ്മുടെ ക്രോഷയുടെ ഫ്ലവേഴ്സാണിത്. ഇത് ഡിഫറെൻറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് അവൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയൊരു ലില്ലി ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ റോസിൻ്റെ ഇവിടെ ഇരുന്നായിരുന്ന ഡ്രൈ ഫ്ലവറിൻ്റെ കുറച്ച് ഐറ്റംസ് വെച്ച് ഞാൻ
ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. പക്ഷേ ഇത് വന്നപ്പോൾ നല്ല അടിപൊളിയായി, ക്യൂട്ടായി. ഈ ഫ്ലവർ ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഇനി ഒരു ദിവസം കാണിക്കാം. അവള് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. അപ്പം ഈ ഇൻഡോർ പ്ലാന്റുകളുടെ കുറേ വെറൈറ്റി ഞാൻ കാണിച്ചില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീടുകളുടെ ഏത് ഏരിയ ആണോ ഭംഗിയായിട്ട് നിർത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ്, ചെറിയൊരു കുപ്പി കിട്ടിയാലും അതിൻ്റെ ഉള്ളിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് 2 ചെടിയെങ്കിലും വെച്ച് വീട് നല്ല പോസിറ്റീവായിട്ട് നിലനിർത്താം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.